ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയുടെ സ്വാഗതം. നമ്മൾ നോക്കാൻ പോണത് എങ്ങനെ നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കാം. അവിയൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ കാണിച്ചു തരും. അതാണ് നമ്മൾ ഇന്നെ ഉണ്ടാക്കാൻ പോണത്. അമ്മച്ചി ഉണ്ടാക്കാൻ പോണത് അമ്മച്ചി ഉണ്ടാക്കാൻ പോണത് അവിയലാണ്. അപ്പോൾ അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അമ്മച്ചി ഇത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും. നമുക്ക് അമ്മയോട് ചോദിക്കാം എങ്ങനെ അവിയൽ ഉണ്ടാക്കേണ്ടത്. ഓണത്തിൻ്റെ മെയിൻ വിഭവമായിട്ടുള്ള നമുക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവിയൽ. അപ്പം അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ എല്ലാവരും അവിയൽ ഉണ്ടാക്കും, പക്ഷേ അമ്മയുടെ ഒരു അവിയൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് നോക്കാം, അമ്മയോട് ചോദിക്കാം എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നതെന്ന്. അമ്മ ഒന്ന് പറഞ്ഞുതരോ എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുക, എന്തൊക്കെയാണ് അമ്മ എടുത്തേക്കുന്നത്? ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഉണ്ട്, ഒരു 2 ക്യാരറ്റ് എടുത്തു. പിന്നെ ഒരു അല്പം വെള്ളരിക്ക ഉണ്ട്, കുമ്പളങ്ങ ഉണ്ട്, പടവലങ്ങ ഉണ്ട്, പിന്നെ മുരിങ്ങയ്ക്ക ഉണ്ട്, ബീൻസ് ഉണ്ട്, വാഴയ്ക്ക ഉണ്ട്, പിന്നെ വഴുതനങ്ങ ഉണ്ട്, മുളക്, തക്കാളി, സവോള, ചേന. ഇത്രയും കൂട്ടിയാണ് ഞാൻ ഇന്നൊരു അവിയൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചേന എന്തൊരു എടുത്തിട്ടുണ്ടോ? ചേന നല്ലൊരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്താണ് ഇന്നൊരു അവിയൽ വെക്കാൻ ഉപയോഗിക്കുന്നത്, നാടൻ രീതിയിലുള്ള അവിയൽ. നമുക്ക് ചേർക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? മീൻസ് നമുക്ക് പച്ചക്കറിയിൽ അവിയലിന് ചേർക്കാൻ മേലാത്തത് പാവയ്ക്ക ഒഴിച്ച് മിക്കവാറും എല്ലാ സാധനങ്ങളും ചേർക്കാം. പാവയ്ക്ക നമ്മൾ ചേർക്കില്ല? ഇല്ല, പാവയ്ക്ക ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും അവിയലിനൊക്കെ ചേർക്കാം. പിന്നെ ഞാൻ വെണ്ടയ്ക്ക അവിയലിന് ഇടാറില്ല. അങ്ങനെ വെണ്ടയ്ക്ക ഇടാത്തില്ല. കിഴങ്ങ് നമുക്ക് എത്ര എടുക്കണം? കിഴങ്ങ് ഒരു 2 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 കിഴങ്ങ് അല്ലേ? 2 മീഡിയം സൈസുള്ള കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ സവോള 2 എടുത്തിട്ടുണ്ട്. സവോള 2 വലിയ. പിന്നെ ചുമന്നുള്ളിയൊക്കെ ചതച്ച് ചേർക്കുക. അതിന് അരപ്പ് വേറെ എടുക്കുന്നുണ്ട്. ഇത് അരിഞ്ഞ് കഴിഞ്ഞ് ബാക്കി പറയാം. ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ എടുക്കേണ്ടത്? ഏറ്റവും കൂടുതൽ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് എന്താണ്? ചേനയാണോ? അല്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാം. എല്ലാം കുറച്ച് സാധനങ്ങൾ. അതിപ്പോൾ അവരവരുടെ സൗകര്യം അനുസരിച്ച് കുറച്ച് സാധനം. ഇപ്പോൾ ഒരു സാധനം അങ്ങോട്ട് കൂടി പോയോണ്ടോ കുറഞ്ഞു പോയോണ്ടോ ഒന്നും കുഴപ്പമില്ല. മത്തങ്ങ നമുക്ക് ചേർക്കാം. മത്തങ്ങ ഇടും, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. മത്തങ്ങ എടുത്തിട്ടില്ല. കോവയ്ക്ക ഉണ്ട്, എല്ലാ പച്ചക്കറിയും എടുത്തിട്ടുണ്ട് മിക്കവാറും. ഒന്നും പറയാമോ അമ്മ, എന്തൊക്കെയാണ്? കോവയ്ക്ക ഉണ്ട്, വാഴയ്ക്ക ഉണ്ട്, പച്ചമുളക്, ബീൻസ്. വാഴയ്ക്ക നമ്മൾ എത്ര വാഴയ്ക്ക എടുത്തു? 2 എടുത്തിട്ടുണ്ട്. ഈ വാഴയ്ക്ക നമ്മൾ ഏതാണ്? ഏത്തവാഴയുടെ ഏത്തക്കായ നല്ലത്. ഇല്ലെങ്കിൽ വല്ലാത്ത ഏത്തക്കായ നല്ലത്. പിന്നെ മുരിങ്ങയ്ക്ക ഉണ്ട്, പിന്നെ പടവലങ്ങ ഉണ്ട്, കുമ്പളങ്ങ ഉണ്ട്, വെള്ളരിക്ക ഉണ്ട്, തക്കാളി ഉണ്ട്. പച്ചത്തക്കാളിയാ കൂടുതലും പച്ചത്തക്കാളി ഉപയോഗിക്കാം. കൂടുതലും പച്ചത്തക്കാളിയാണ് നമ്മൾ അവിയലിനിടുന്നത്. പിന്നെ ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ബീൻസും ക്യാരറ്റും ഒക്കെ. ഇത് എഡ്വേർഡ് ആണ്. എഡ്വേർഡ് വന്ന് കാണുന്നുണ്ട്. അവനും വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഒന്ന് അടുത്തു വന്ന് നിൽക്കും, ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ കാണാൻ വേണ്ടി അവനും അടുത്തു വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇനി അമ്മ നമുക്കിനി ഇതെല്ലാം അരിഞ്ഞിട്ട് ഞാൻ പറയാം ഇനി എന്തൊക്കെയാണ് ഞാൻ അതിനകത്ത് ചേർക്കുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പം അമ്മ ഇതെല്ലാം അരിയാൻ പോകണം. അപ്പം അരിഞ്ഞ ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് അടുത്ത കാര്യങ്ങൾ നോക്കാം. അങ്ങനെ അമ്മ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം അരിഞ്ഞു കഴിഞ്ഞല്ലേ? നമുക്ക് എന്താ ചെയ്യേണ്ട അമ്മേ? ഇനി നമുക്ക് ചതച്ചെടുക്കണം. ഇതിന് അവിയൽ വെക്കാൻ വേണ്ടി ചതച്ചെടുക്കണം. അതിന് തേങ്ങ നല്ലൊരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1.5 മുറി തേങ്ങ അല്ലേ? തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇത്രയും ചുവന്നുള്ളി 5-10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10 ഉള്ളി അല്ലേ? എടുത്തിട്ടുണ്ട്. പിന്നെ 5-6 ഇതള പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 6 ഇതള മതിയാക്കി അല്ലേ? 6 ഇതള വെളുത്തുള്ളി. ജീരകം ഒരു അര സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി അല്ലേ? ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് അടുപ്പിൽ വെക്കുന്നത്. മിക്സിയിലോട്ടിട്ട് ഒന്ന് കറക്കി ഇറക്കിയാൽ മതി. ചതഞ്ഞാൽ മതി. ചതഞ്ഞാൽ മതി. എല്ലാം ചതച്ച് വെച്ചു. ചതച്ച് ഈ ഒരു പരുവത്തിലാണ് നിങ്ങൾ നോക്കണം. ഈ ഒരു പരുവത്തിൽ കണ്ടമാനം അരഞ്ഞു പോയത്. ഈ ഒരു പരുവത്തിൽ
ചതച്ച് എടുത്തോണ്ട് വരിക. അതായത് മിക്സിയിൽ ഒന്ന് കറക്കിയാൽ മതി അല്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യണം അമ്മ? ഇനിയും കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. ആദ്യം ആ കുക്കറിൻ്റെ അടിയിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. ഇപ്പം തേങ്ങ ഇച്ചിരി കൂടുതൽ വെക്കുന്ന ഒന്നും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അവിയലിനൊക്കെ തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അത്രയും ടേസ്റ്റ് കൂടും. ഞാൻ അടിയിൽ ഇച്ചിരി ഇതിട്ടു. എന്നിട്ട് ചേന കണ്ടിച്ചത് അടിയിലോട്ട് അങ്ങിടും. അടിയിലോട്ട് അങ്ങിട്ടു. അടിയിലോട്ടിട്ടു. എന്നിട്ട് ഉപ്പിടണം അല്ല, ആദ്യം അതിനകത്തോട്ട് ഇച്ചിരി അരപ്പിട്ട് കൊടുത്തു. ആദ്യം ചേന ഇട്ടു, അതിനുശേഷം കുറച്ച് അരപ്പിട്ടു. ഓരോതിൽ കരിയാപ്പിലയും ഇട്ടു. അടിയിലോട്ട് ശകലം ഉപ്പിട്ടു. ഇടയ്ക്കിടയ്ക്ക് ഉപ്പും അരപ്പും ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് കൊടുക്കണം. മുരിങ്ങയ്ക്ക മണ്ടയ്ക്കോട്ടിരിക്കട്ടെ. ബാക്കി പച്ചക്കറികൾ ഒരു ട്രിപ്പ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു. അരപ്പിടുന്നു. നമ്മൾ എന്തോരം തേങ്ങ എടുത്തായിരുന്നു? 1.5 മുറി തേങ്ങ എടുത്തു. തേങ്ങ ഇച്ചിരി കൂടുതലിടുന്നതുകൊണ്ട് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, കുറയുകയില്ല. ഇടയ്ക്ക് തേങ്ങ അരപ്പിട്ട് കൊടുക്കണം അല്ലേ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ഉപ്പിങ്ങെടുത്തേ ഇതിനകത്തോട്ട് ഇടയ്ക്ക് ഉപ്പും ഇട്ട് കൊടുക്കണം അല്ലേ? ഇച്ചിരി ഉപ്പ് കൂടെ ഇടയ്ക്ക് ഇച്ചിരി ഒത്തിരി ആയി പോകല്ലേ, ഇച്ചിരി ഇട്ട് കൊടുക്കും. പിന്നെ നോക്കിയിട്ട് പിന്നെ വേണം ഇടാം. ബാക്കി ഇരിക്കുന്ന കരിയാപ്പില, ബാക്കി ഇരിക്കുന്ന മുരിങ്ങയ്ക്ക് അങ്ങ് മണ്ടയ്ക്കോട്ടങ്ങ് വെക്കും. പിന്നെ ഇളക്കെന്ന് പറഞ്ഞാൽ അത് വേണം ഇങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ ഇളക്കുവാണേ. അരപ്പ് മൊത്തം ഇട്ട് കൊടുത്തു. ഉപ്പ് കൂടിപ്പോലെ ഇച്ചിരി കുറഞ്ഞാലും പിന്നെ ഇടാം. ഞാൻ ഇച്ചിരി ഇട്ടുള്ളത് കൊണ്ടാണ് പിന്നെ ഈ മണ്ടയ്ക്കൊക്കെ ഇച്ചിരി ഇടുന്നത്. പിന്നെ നമുക്ക് ഉപ്പ് ഒരു കാരണത്താലും കൂടിപ്പോവല്ലേ, ഉപ്പ് പിന്നെ ഇടാം. കുറഞ്ഞു പോയാലും അവസാനം നമുക്ക് ഉപ്പിട്ട് റെഡിയാക്കിയെടുക്കാം. പിന്നെ ആ തേങ്ങ അരച്ച് അതിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ശകലം വെള്ളം, ഒത്തിരി വെള്ളം വേണ്ട. വേഗം ഒരു ശകലം വെള്ളം മതി. കുറച്ച് വെള്ളം മതി അല്ലേ? ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് ഇത് പച്ചക്കറി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വേവും. പിന്നെ അടിയിച്ച ചേനയൊക്കെ ഇട്ടുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഇച്ചിരി ഒഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു മുക്കാൽ ഗ്ലാസ്സൊക്കെ ഉള്ളൂ. ഈ പച്ചക്കറിക്കൊക്കെ വെള്ളം ഉണ്ടല്ലോ. പിന്നെ അടി ചേന ആയതുകൊണ്ടാണ് ഇച്ചിരി ഒഴിച്ചത്. കരിഞ്ഞു പോകും. ഇനി എന്താ ചെയ്യുമോ? ഇനി ഞാൻ കുക്കറിൻ്റെ അടപ്പെടുത്ത് അടച്ച് അടുപ്പിലോട്ട് വെക്കുക. വെണ്ടയ്ക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വേണം ഒഴിക്കാൻ. പിന്നെ വെന്ത് ഇങ്ങോട്ട് വരുന്നുണ്ടെ പിന്നെ ഒഴിക്കുന്നുണ്ട്. ഇച്ചിരി ഒഴിച്ചുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം അല്ലേ? ഫൈനലി നമ്മൾ സ്റ്റൗവിൽ വെച്ചേക്കുവാണ്. സ്റ്റൗവിൽ എങ്ങനെയാ? ഫുൾ ഫ്ലെയിം അല്ലേ? ഫുള്ളായിട്ട് ഇട്ടേക്കോ. ഒരു വിസിലടിച്ചാൽ മതി. ഒറ്റ വിസിലടിക്കുമ്പോൾ നിർത്തി അവിടെ ഇടും. അപ്പഴേ തുറക്കത്തില്ല, ഇച്ചിരി കഴിഞ്ഞിട്ടേ തുറക്കത്തുള്ളൂ. അപ്പത്തേനും അത് വെന്ത നല്ല ഇരിക്കും. പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് ഇളക്കുക. പിന്നെയും വെളിച്ചെണ്ണ ഇത് വെന്ത് വാങ്ങുന്ന പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയാണ് വെക്കുക. പിന്നെ പുളിക്ക് ഞാൻ തക്കാളിയുടെയും കുമ്പളങ്ങയുടെയും പിന്നെ കോവയ്ക്കയുടെയും ഒക്കെ പുളിയുണ്ട്. ഇവിടെ ഇച്ചിരി പുളി കുറച്ച്. പുളി വേണ്ടവർക്ക് ഇച്ചിരി വാളംപുളി പിഴിഞ്ഞൊഴിക്കാം. തൈര് വേണ്ടവർക്ക് തൈര് ഒഴിക്കാം. ഇത് വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പം നമുക്കിവിടെ ഈ പുളി മതി. ഈ തക്കാളിയുടെയും ഇതിൻ്റെ എല്ലാം ഇറങ്ങുന്ന പുളി മതി. പുളി കൂടുതൽ വേണ്ടവർക്ക് വാളംപുളി ഇച്ചിരി പിഴിഞ്ഞതിനകത്ത് ഒഴിക്കാം. വാളംപുളി പിഴിഞ്ഞൊഴിക്കാം. ഇത് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് തുറന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കുകയല്ലേ. ഇളക്കുന്ന സമയത്ത് പുളിക്കുറവെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് നോക്കണം. പുളി ആവശ്യമുണ്ടെങ്കിൽ വാളംപുളി ഒഴിച്ചെടുക്കാം. തൈര് ഒഴിക്കുന്നവർക്ക് തൈര് ഒഴിക്കാം. പിന്നെ വാളംപുളി ഇച്ചിരി പിഴിഞ്ഞൊഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു.
പക്ഷെ നമുക്ക് ഇതിൻ്റെയൊക്കെ പുളി ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചേർക്കാറില്ല. കാരണം പച്ചത്തക്കാളിയൊക്കെ ഇട്ടേക്കുന്നതിനൊക്കെ ഒരു പുളിയുണ്ട്. പച്ചത്തക്കാളി വെയിറ്റ് ചെയ്യാം, നമുക്കത് ഒന്ന് വിസിലടിക്കുന്നത്. പച്ചത്തക്കാളിയും കോവയ്ക്കായും ഒക്കെ ഇട്ടാൽ ഇവിടെ ഞങ്ങൾക്ക് ആ പുളി മതി. നല്ല ഫീലാവും. അങ്ങനെ ഒരു വിസിലടിച്ചല്ലേ? വിസിലടിച്ച് നമ്മൾ കുക്കർ തുറക്കാൻ പോകാം. നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പം നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. വെളിച്ചെണ്ണ അല്ലേ? എന്തിനും ഒഴിക്കും. ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുന്നുണ്ട്. അവിയൽ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് ഇളക്കണം അല്ലേ? നല്ല കുഴഞ്ഞ് നല്ല വെള്ളമൊന്നും കൂടിയിട്ടില്ല. കണ്ടോ? നല്ല കണ്ടമാനം വെള്ളമില്ല. ഇല്ല. ബൗളിലോട്ട് എടുത്ത് കാണിക്കാം. ബൗളിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് വേണമല്ലോ. അപ്പം ബൗളിൽ എടുത്തേക്ക് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഫൈനലി നമ്മളത് ബൗളിലേക്ക് എടുത്ത് മാറ്റി. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.